ഞാനേ ഇന്ന് ഈ നേന്ത്രപ്പഴം കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കണം കേട്ടോ. അപ്പോൾ 2 നേന്ത്രപ്പഴം, ഒരു അര സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ഇത് ഒരു കഷ്ണമായിട്ട് അരിഞ്ഞ് വേവിക്കണം. പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ, ജീരകം, ഇഞ്ചി, കറിവേപ്പില, കാന്താരിമുളക് ഇത്ര ഇട്ടിട്ട് ഇത് അരച്ച് കൊണ്ടുവരണം. പിന്നെ ഇതാ നല്ല കട്ട തൈരുമുണ്ട്, അത് ഉടച്ചുകൊണ്ട്. അപ്പം ഞാൻ ഈ പഴമൊക്കെ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതെ ഈ പരുവത്തിലുള്ള കഷ്ണങ്ങളാക്കി നൈസായിട്ട് അരിഞ്ഞ് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവട്ടെ കേട്ടോ. വേവുമ്പോഴത്തേക്കും ഇതിനെ അരച്ചുകൊണ്ട് വരാം, തൈര് ഉടച്ചുകൊണ്ടും വരണം. എന്നിട്ട് ലാസ്റ്റാട്ടോ ഒരിത്തിരി ശർക്കരയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതിനെ അരച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ അതാ വെന്തു, നന്നായിട്ട് വെന്തു. ഞാൻ ചെറിയ കഷ്ണം ശർക്കര ഇട്ടു കേട്ടോ, ചെറിയൊരു പീസ്. അപ്പോൾ ഇതിന് അരപ്പ് ചേർക്കാൻ പോവാം. അതെ അരപ്പ് ചേർത്ത് വെച്ചങ്ങ് വരുമ്പോൾ തൈരടച്ച് ചേർക്കാൻ പോവാം. ഓഫ് കടുക് പൊട്ടിച്ചുകൊണ്ട് കടുക് പൊട്ടിക്കാൻ വെക്കട്ടെ. പറഞ്ഞ പിന്നെ എൻ്റെ ഇത് പോകും. കടുകും ഉലുവയും പൊട്ടിച്ചു, ഉള്ളി മൂപ്പിക്കണ്ട. അപ്പോൾ ആയതുകൊണ്ട് ഇതിന് ടേസ്റ്റ് കറിവേപ്പില ഇട്ടു. ഈ മോരുകറിക്ക് നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി ഇരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ചൂട് കൊണ്ട് ഇറക്കി വെച്ചില്ലെങ്കിൽ തിളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, ഉള്ളി വന്നു കഴിഞ്ഞാൽ ഉള്ളിയുടെ ഒരു ടേസ്റ്റ് വരും, നല്ല ടേസ്റ്റ്, നല്ല മധുരം, മാമ്പഴക്കറിയുടെ ഏകദേശം ഒരു ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ ഓക്കെ, അടുത്ത കറിയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.